നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ വേൾഡ് കപ്പ് തൊട്ടടുത്തെത്തി. നമ്മൾ ഫാൻസ് എല്ലാവരും വളരെയധികം ആവേശത്തിലും ത്രില്ലിലും തന്നെയാണ് ഈ സമയം. കാരണം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ടീംസ് വിജയിക്കുന്നത് കാണാനായിട്ടുള്ള കാത്തിരിപ്പ് അതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിം സമയത്ത് തന്നെ ട്രാൻസ്ഫർ റൂമേഴ്സും എല്ലാം വളരെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യമാകുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിലുള്ള ട്രാൻസ്ഫർ റൂമേഴ്സും സ്പെക്കുലേഷൻസും എല്ലാം നടക്കുന്ന ഒരു ടീമാണ് യുണൈറ്റഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വേൾഡ് കപ്പിൻ്റെ ഈ ചൂടിലും മാൻ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ ന്യൂസ്, റൂമേഴ്സ്, ടോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്ത് വന്നിട്ടുള്ള ഈ ആഴ്ചയിൽ നടന്നിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്ഡേറ്റ് 1: ബയൺ മ്യൂണിക് വില്ലിംഗ് ടു റീച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് വാല്യുവേഷൻ ഓഫ് 34.5 million ഫോർ റാഷ്ഫോർഡ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അബൌട്ട് റാഷ്ഫോർഡ്. നമുക്കറിയാം റാഷ്ഫോർഡിനെ ബാർസലോണ കഴിഞ്ഞ സീസണിൽ ലോണിൽ എടുത്തു. പിന്നെ അതിനുശേഷം അറിയപ്പെട്ടിരുന്നു വെച്ച് പറഞ്ഞാൽ ഫൈനലായിട്ട് സെയിലിൽ എടുക്കും എന്ന് തന്നെയായിരുന്നു. എന്ന് വെച്ച് പറഞ്ഞാൽ ബൈ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണ് നമ്മൾ ഫാൻസ് ഉണ്ടായിരുന്നത്. റാഷ്ഫോർഡും അത് കണക്ക് തന്നെയായിരുന്നു, ബാർസലോണ അത് കണക്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് കുറേ ചേഞ്ചസ് വന്നു. ആൻഡ് ഇപ്പോൾ അവർ ആന്റണി ഗോർഡന് ന്യൂ കാസിൽ നിന്നും അവരത് 70 million ബൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം റാഷ്ഫോർഡിൻ്റെ കേസ് പരിങ്ങലിലായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ റാഷ്ഫോർഡ് ടീം വിട്ട് പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നൊരു താരമാണ്. ഏകദേശം 10+ ഗോൾസും അസിസ്റ്റും അത്യാവശ്യം അസിസ്റ്റും കാര്യങ്ങളൊക്കെ നേടിയിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് റാഷ്ഫോർഡ് കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ വാല്യൂ അവരത്രമാത്രം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 25 million ആണ് നമ്മൾ ആ ഒരു പ്രൈസ് ഡീല് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ബാർസലോണ അത് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് സീസൺ ആകുമ്പോൾ അവരത് ബൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അവരത് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ട് ആന്റണി ഗോർഡനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ചേർന്നപ്പോൾ ഹീസ് സെക്കൻഡ് ഫിഡിൽ ടു ആന്റണി ഗോർഡൻ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹി വിൽ മൂവ് ഔട്ട്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിരുന്നാൽ ബയൺ മ്യൂണിക്കിന് റാഷ്ഫോർഡിൻ്റെ വേജ് കാര്യത്താണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 325,000 pounds ആണ് പെർ വീക്ക് റാഷ്ഫോർഡിന് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഹൈ എമൗണ്ട് വെച്ചിട്ട് ബയൺ മ്യൂണിക്ക് റാഷ്ഫോർഡിനെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പ് റാഷ്ഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത സീസണിൽ ബാർസലോണയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുവാണെങ്കിൽ ഈ വുഡ് റെഡ്യൂസസ് വേജസ്, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിറ്റുവേഷനിൽ ബയൺ മ്യൂണിക്കിൽ പോകാനായിട്ട് അങ്ങനത്തെ വേജസ് റെഡ്യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു ബയൺ മ്യൂണിക്കും ബാർസലോണയെ പോലെ തന്നെ അത്രയും ലെവൽ അല്ലെങ്കിൽ പോലും ലൈക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ അത്യാവശ്യം വലിയ ലെവലിൽ നിൽക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ ഹാരി കെയ്ൻ അവിടെ പോയിട്ട് കപ്പടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം റാഷ്ഫോർഡിനും അങ്ങനത്തെ ഒരു താല്പര്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇറ്റ് ഇസ് ബയൺ മ്യൂണിക് അല്ലേ. അപ്പോൾ ഐ തിങ്ക് ഇഫ് ദേ റെഡ്യൂസ് ആ ഒരു വേജസ് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ബയൺ മ്യൂണിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അപ്ഡേറ്റ് 2: എഡർസൺ കോൾഡ് അപ്പ് ടു ദ വേൾഡ് കപ്പ് സ്ക്വാഡ്. അങ്ങനെ ബ്രസീലിൻ്റെ വെസ്ലി പരിക്കേറ്റ് പുറത്തായതിനു ശേഷം കാർലോ ആൻസലോട്ടി എഡേഴ്സനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൈൻ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും ടീമിലേക്ക് എത്തി. അപ്പം അത് ഒരു പോസിറ്റീവ് സൈൻ ആണ്. ആൻഡ് അതൊരു വേൾഡ് കപ്പ് കളിക്കുക, ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് ഹാപ്പിനെസ് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. പക്ഷേ വേൾഡ് കപ്പ് ടീമിലേക്ക് എഡേഴ്സൺ എത്തുന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ടീമിലില്ലായിരുന്നെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം പ്ലെയറിന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും ഒരു നല്ലൊരു വെക്കേഷൻ ആസ്വദിക്കാനും പിന്നെ വളരെ ഫ്രഷ് ആയിട്ട് അടുത്ത സീസണിൽ നമുക്ക് പ്രീ സീസണിലേക്ക് നമ്മുടെ ടീമിലേക്ക് വരാനും ടീമുമായിട്ട് ജെല്ലപ്പായി നല്ല രീതിയിൽ ഒരു സീസൺ തുടങ്ങാനും ഒക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്തത്. അപ്പം വേൾഡ് കപ്പ് കളിക്കുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പ്രീ സീസൺ ചിലപ്പോൾ മിസ്സാകാനായിട്ടുള്ളൊരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അപ്പം ടീമിലേക്ക് എത്തിയത് പേഴ്സണലി ഇറ്റ് വുഡ് ബി ഗുഡ് ഫോർ എഡർസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ അത് നമുക്കതൊരു കുറച്ചത്ര വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ പ്ലെയേഴ്സ് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബട്ട് എനിവേസ് ലൈക്ക് എഡർസൺ അത് നല്ല രീതിയിൽ സംഭവിച്ചു. ആൻഡ് ഹോപ്പ് ഹി ക്യാൻ ഹാവ് എ ഗുഡ് വേൾഡ് കപ്പ്. എനിക്ക് അപ്ഡേറ്റ് 3: സാൻഡ്രോ ടൊണാലി. മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തെന്ന് ചേർന്നാൽ ആന്റണി ഗോർഡൻ അവർ സെല്ല് ചെയ്തതോടുകൂടി ന്യൂകാസലിന് സാൻഡ്രോ ടൊണാലിനെ വിൽക്കാനായിട്ടുള്ള അത്ര പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ആന്റണി ഗോർഡൻ 70 million പോയി. അപ്പം അത്രയും പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പം ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസിൻ്റെ അകത്ത് അവർ കുറച്ചുകൂടെ അവർക്കൊരു മയം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത്രയും ഡെസ്പറേറ്റ് ഒന്നുമല്ല
ടൊണാലിനെ വിൽക്കാൻ വേണ്ടിയിട്ട്. ഗോർഡൻ പോയി, അപ്പം അവർക്ക് അങ്ങനെ ഒരു കീ പ്ലെയറിനെ വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്ന അതർ പ്ലെയർ എന്ന് പറഞ്ഞാൽ ലൂയിസ് ഹോളാണ്. അപ്പം ഒരു സീസൺ ഒരു വിൻഡോയിൽ തന്നെ എന്തുമാത്രം കീ പ്ലെയേഴ്സിനെ അവർ സെല്ല് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ ടൊണാലിക്ക് പറഞ്ഞിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 മില്യൺ പൗണ്ട്സ് ആണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടീം ആ ഒരു വാലുവേഷൻ മീറ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വുഡ് സെൽ ദ പ്ലെയർ. പക്ഷേ അതല്ല, ഒരു നെഗോസിയേഷൻസിനൊക്കെ പോയിട്ട് ഒരു ചെറിയ എമൗണ്ട്, അല്ലെങ്കിൽ ചെറുതല്ല, ഒരു 70-80 മില്യൺ ഒക്കെ കോട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ അവരത് വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഐ തിങ്ക് അവർക്ക് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് they would definitely be pulling for ഒരു 90-100 മില്യൺ ലെവലിൽ തന്നെ അവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ പ്ലെയറിനെ വെച്ചിരിക്കുന്നത്. സോ ഐ തിങ്ക് എന്താ പറയുക, അഥവാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടണമെങ്കിൽ ടൊണാലി ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ എന്താ പറയുക ന്യൂകാസിൽ പ്ലെയറിനെ കൊടുക്കത്തുള്ളൂ. അല്ലാതെ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വരുന്നില്ല. ഇതിനകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൊണാലി വേൾഡ് കപ്പിന് പോകുന്നില്ല. ഇറ്റലി ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ട് വേൾഡ് കപ്പിന് പോകുന്നില്ല. അപ്പം ഈ ഒരു ടൈം പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു ടൈം ആയിരിക്കും. സോ ഇഫ് ഹി ഈസ് വില്ലിംഗ് ടു കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ന്യൂകാസലിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗെറ്റ് ദ പ്ലെയർ. കാരണം അപ്ഡേറ്റ് 4 കാർലോസ് ബലേബ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രൈറ്റനും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇൻ വാലുവേഷൻ ഉണ്ട്. അവരുടെ ആസ്കിങ് പ്രൈസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രൈസും തമ്മിൽ നല്ല ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഡീല് ഒരു ഹോൾഡിൽ തന്നെയാണ്. അപ്പം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം, വലിയ രീതിയിലുള്ള താല്പര്യം ഇപ്പം കറൻ്റ്ലി ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ബിക്കോസ് ബലേബ ആയിട്ടുള്ള പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അഗ്രീഡ് ആണ്. കഴിഞ്ഞ സീസൺ മുതൽ തന്നെ നമ്മളത് എഗ്രി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ മാനേജ്മെന്റ് ഹാവ് ടു ഡിസൈഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബലേബ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തത്തുള്ളൂ. ആൻഡ് ദേ നീഡ് ടു മീറ്റ് ഓൺ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂഷനിൽ എത്തണം. ബലേബയുടെയൊക്കെ പ്രൈസ് അവർ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഹെവി പ്രൈസ് ഒക്കെ ആയിരിക്കും. കാരണം കഴിഞ്ഞ സീസണിൽ ടുവേർഡ്സ് ദി എൻഡ് കുറച്ചൊന്ന് മെച്ചപ്പെട്ടിട്ട് പ്ലെയർ ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചു. അപ്പം അതുകൊണ്ട് ദേ മൈറ്റ് ബി തിങ്കിങ് ഓഫ് ഒരു 70-80 മില്യൺ ഒക്കെയാണ് വാല്യുവേഷൻ്റെ ലെവലിലേക്ക് ബ്രൈറ്റൺ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 50-55 മില്യൺ ലെവലിലേക്കൊക്കെ ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താല്പര്യപ്പെടുന്ന ഒരു പ്രൈസ് അത് തന്നെ ആയിരിക്കും. സോ ഐ തിങ്ക് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലെയറിന് എടുക്കേണ്ടതുള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്ഡേറ്റ് നമ്പർ 5 മത്തിയോസ് ഫെർണാണ്ടസ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ട്രാൻസ്ഫറാണ് മത്തിയോസ് ഫെർണാണ്ടസ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചിരുന്നാൽ പ്രൈസിങ് കൂട്ടി വെച്ചിരിക്കുകയാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ്. ഏകദേശം 80-85 മില്യൺ പൗണ്ട്സിൻ്റെ വാല്യുവേഷനാണ് വെസ്റ്റ് ഹാം വെച്ചിരിക്കുന്നത്. സോ സള്ളി ടോക്സ് റിപ്പോർട്ട് ചെയ്ത ഇതാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡ് have begun talks with West Ham United for Matheus Fernandes. United have no desire to pay the 80 million asking fee from West Ham and ideally don't want a long saga. 21-year-old is keen on a move as reported. However, internal chaos at West Ham United after Sullivan left. അപ്പോൾ 80 മില്യൺ പൗണ്ട്സ് ആണ് അവരുടെ ആസ്കിങ് പ്രൈസ്. അപ്പം എനിക്ക് തോന്നുന്നു റെലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ഇത്രയും പ്രൈസ് ഒക്കെ ചോദിച്ച് നിൽക്കുവാണെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അവർ ആ ഒരു എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. അവരൊന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല. സോ വാല്യൂഷൻ എന്തായാലും ഇതിൻ്റെ താഴെ വരും. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ കൂടുതൽ ടൈം കൊണ്ടുപോകണ്ട എന്നുള്ളൊരു താല്പര്യവും ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ബിസി വിൻഡോ ആണ് വരാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം ഈ ട്രാൻസ്ഫേഴ്സ് ഒക്കെ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് യുണൈറ്റഡ് ഇരിക്കുന്നത്. ആൻഡ് മത്തിയോസ് ഫെർണാണ്ടസ് എന്തായാലും വേൾഡ് കപ്പ് ടീമിലില്ലാത്തതുകൊണ്ട് കൂടുതൽ ഇപ്പം നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഈ ഒരു ടൈം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഹി ഹാസ് ഫേവേർഡ് എ മൂവ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം മത്തിയോസ് ഫെർണാണ്ടസിൻ്റെ ഒരു ഐഡൽ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള ബിഗ് ടീമിലേക്ക് വരുന്നുള്ള ഒരു താല്പര്യം, അപ്പം ഇങ്ങനത്തെ എല്ലാ കാരണങ്ങളും കൊണ്ട് പേഴ്സണൽ ടേംസ് ഒരു പ്രശ്നമായിരിക്കത്തില്ല. ഈ ഒരു വാല്യുവേഷൻ്റെ പ്രശ്നമായിരിക്കത്തുള്ളൂ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പം ദേ ഹാവ് ടു റെഡ്യൂസ് ദ പ്രൈസ്. ഇത്രയും വലിയൊരു പ്രൈസിൽ നമുക്ക് മത്തിയാസ് ഫെർണാണ്ടസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം വി ആർ ലുക്കിംഗ് ഫോർ മാർക്കി സൈനിങ് ഓൾസോ. അപ്പോൾ ഈ 80 ഇച്ചിരി ഹെവി ആയിട്ട് കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അവർ ടീമിലേക്ക് കൊണ്ടുവന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 മില്യൺ വാല്യുവേഷനിലാണ് മത്തിയാസ് ഫെർണാണ്ടസ് വെസ്റ്റ് ഹാമിലേക്ക് വന്നത്. അപ്പം ഒരു മിഡിൽ ഗ്രൗണ്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു 55-60 മില്യൻ്റെ ഒരു വാല്യുവേഷനിൽ എത്താൻ സാധിക്കുവാണെങ്കിൽ ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ബൈ ദിസ് പ്ലെയർ. കാരണം 60 വാല്യുവേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഏതൊരു ടീമാണെങ്കിലും
ഒരു പ്ലെയറിനെ വിൽക്കാൻ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റിൽ വിൽക്കാനേ നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇത് കണക്കത്തുള്ള സെല്ലിംഗ് ക്ലബ്സ് ആകുമ്പോൾ 40 മില്യൺ വാങ്ങിച്ച് ഒരു 20 മില്യൺ എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു 60 മില്യൺ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഇസ് എ ഫെയർ ഡീൽ അല്ലേ. അപ്പം അല്ലാതെ 80-85 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരുമാതിരി തോട്ടിലെ പരിപാടിയാണ്. അങ്ങനത്തെ ഉള്ള സംഭവം ഒന്നും നടക്കുന്ന കാര്യമല്ല. സോ ഐ തിങ്ക് ഈ ഒരു പ്രൈസിന് കിട്ടുവാണെങ്കിൽ ഹി വുഡ് ഡെഫിനറ്റ്ലി ബി എ ഗുഡ് ഡീൽ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈസ് ഹി ഗുഡ് ഇനഫ് ഫോർ ദിസ്? ഈ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തുള്ള ഒരു വലിയൊരു ക്ലബിലേക്ക് വരാനായിട്ട് ഓക്കെ ആണോ ഈ പ്ലെയർ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഒസേ മൊറീനിയോ മത്തിയാസ് ഫെർണാണ്ടസിനെ റിയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവിടെ കളി മാറാൻ പോകുന്നത്. അപ്പോൾ ഈ ബിഡിങ് വാർ നടക്കാനായിട്ടാണ് വെസ്റ്റ് ഹാം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പം ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് തരുന്ന ടീമിന് കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും വെസ്റ്റ് ഹാം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണോ റിയൽ മാഡ്രിഡ് വേണോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു തരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നാൽ മത്തിയാസ് ഫെർണാണ്ടസ് എന്ത് ചൂസ് ചെയ്യും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. സോ ഈ ഒരു കാര്യം വരുന്നത് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്ഥിതി ഇച്ചിരി പരുങ്ങലിലാക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പ്ലെയർ വിചാരിക്കുന്നത് എനിക്ക് പ്രീമിയർ ലീഗിൽ തുടർന്ന് പോയാൽ മതി എന്നുള്ളതാണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ഡെഫിനറ്റ്ലി ചൂസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്ഡേറ്റ് 6, മാർക്ക് കുക്കറല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാർക്ക് കുക്കറല്ലയിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് സ്പാനിഷ് ഔട്ട്ലെറ്റ് മുണ്ടോ ഡിപ്പോർട്ടീവ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയും മാർക്ക് കുക്കറല്ലയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു റേസിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുക്കറല്ലനെയും കാട്ടി കുറച്ചുകൂടെ മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത് വെച്ചാൽ ലൂയിസ് ഹോളിൽ തന്നെയാണ്. നമ്മുടെ മാനേജ്മെന്റിന് കുറച്ചുകൂടെ താല്പര്യം ലൂയിസ് ഹോളിലാണെന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കറന്റ്ലി അത്രയ്ക്ക് ഇതായിട്ട് കേൾക്കുന്നില്ല, കുറച്ചൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ന്യൂസ് ഇപ്പം പുറത്തു വന്നതാണ്. ആൻഡ് മാർക്ക് കുക്കറല്ലയ്ക്ക് ചെൽസി വിടാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്കൊന്നും ഇത് ചിലപ്പോൾ ഒരു ഏജന്റിന്റെ കളിയായിരിക്കും. ഇതൊക്കെ വലിയ ടീംസിന്റെ പേര് കുക്കറല്ലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതാം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നല്ല ഡീൽ കിട്ടാനായിട്ട് പറ്റുമെന്നുള്ള ഒരു വിചാരമായിരിക്കും. പക്ഷേ നമ്മൾ അറിയാൻ കഴിഞ്ഞ വെച്ചാൽ കുക്കറല്ല സ്പാനിഷ് ലീഗിലോട്ട് തിരിച്ച് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു പ്രീമിയർ ലീഗ് ടീം വന്നു കഴിഞ്ഞാൽ വെദർ ഹി വുഡ് ബി ഇൻട്രസ്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കറന്റ്ലി ഉള്ളത്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? കേൾക്കുന്ന ട്രാൻസ്ഫേഴ്സിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന റൂമേഴ്സോ ട്രാൻസ്ഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.